പുതുവർഷത്തിനൊരുങ്ങി ഫോർട്ട് കൊച്ചി. വിപുലമായ ഒരുക്കങ്ങളാണ് വെളി മൈതാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ഗാല ഡി ഫോർട്ട് കൊച്ചിയുടെ പാപ്പാഞ്ഞി കത്തിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതോടെ വെളി മൈതാനവും പരിസരവും ആഘോഷത്തിമിർപ്പിലാണ്. ഇതിനിടെ കാർണിവൽ കമ്മിറ്റിയുടെ പുതുവത്സരാഘോഷം മാറ്റിവെച്ചിട്ടുണ്ട്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ഗാല ഡി ഫോർട്ട് കൊച്ചി ഭാരവാഹികൾ പറഞ്ഞു. കോടതി പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെ അകത്തും അക്ഷരാർത്ഥത്തിൽ നമ്മളത് പാലിച്ചിട്ടുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കമ്മീഷണർ സുദർശൻ സാർ ഇവിടെ വന്നിരുന്നു. ബഹുമാനപ്പെട്ട ACP ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട SHO ഉണ്ടായിരുന്നു. അവർ വിശദമായ ഒരു പരിശോധന നടത്തി. പൂർണ്ണമായും അവർ 100% സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെയും കൂടി ഒരു പരിശോധനയും കൂടി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ റെക്ടിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റെക്ടിഫിക്കേഷനും കൂടി നടത്തി നമ്മളത് പൂർത്തീകരിക്കും. അഹമ്മദ് മുസ്തഫ കൊച്ചിയിൽ നിന്ന്. മുസ്തഫ, വെളിയിലെ ആഘോഷങ്ങൾ പൊളിയായിരിക്കും, കാരണം അക്കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ ഈ കാർണിവൽ കമ്മിറ്റിയുടെ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ച് എന്തുകൊണ്ടാണ്? അവിടെ എന്താണ് കല്ലുകടിയായത്? സൈഫുദ്ദീൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ ഭാഗമായി ഇത്തവണ അത് കത്തിക്കേണ്ടതില്ല, പ്രത്യേകിച്ച് സബ് കളക്ടർ ചെയർമാൻ ആയിരിക്കുന്ന ഒരു കാർണിവൽ കമ്മിറ്റിയുടെ ആഘോഷ പരിപാടികൾ നടത്തേണ്ടതില്ല എന്നുള്ള തീരുമാനമുണ്ട്. പക്ഷേ കളക്ടറുമായി ഒരു ഇളവ് തേടി അക്കാര്യത്തിൽ അവർ കളക്ടറെ സമീപിക്കുന്നുമുണ്ട്. എന്തായാലും അത് ഇത്തവണ ഈ പുതുവത്സരാഘോഷത്തിന് ഇല്ല. പുതുവത്സരാഘോഷം വെളി മൈതാനത്ത് മാത്രമായി നടക്കുകയാണ്. ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് 31-ന് രാത്രി വെളി മൈതാനത്തായിരിക്കും എന്നുള്ളൊരു കാര്യം നേരത്തെ ഹൈക്കോടതിയിലൊക്കെ വിശദമായ ഒരു ഹൈക്കോടതിയിലേക്ക് കേസ് കയറുകയൊക്കെ ചെയ്ത ഒരു വിഷയമാണ്. എന്തായാലും അതിനുശേഷം ഈ അനുമതി ലഭിക്കുന്നു. അതിന് പിന്നാലെ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നു. എന്തായാലും ഈ കാർണിവൽ കമ്മിറ്റിയുടെ പരിപാടിയില്ല, പകരം വെളി മൈതാനത്ത് ഗാല ഡി ഫോർട്ട് കൊച്ചിയുടെ പരിപാടിയാണ് നടക്കുന്നത്. ഈ മുഖ്യ രക്ഷാധികാരികൾ ഇവിടെ സദാസമയം എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ പരേഡ് ഗ്രൗണ്ടിൽ ഇത്തവണ പരിപാടി ഇല്ലെങ്കിൽ ഇവിടെ കൂടുതൽ ആളുകൾ വരില്ലേ? ഓക്യുപ്പൈ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടോ? അല്ല, 100% ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരേഡ് ഗ്രൗണ്ടിൽ 3.5 ഏക്കറാണ്. നമ്മുടെ ഈ വെളി ഗ്രൗണ്ട് എന്ന് പറയുന്നത് 7.5 ഏക്കറാണ്, 7.5 ഏക്കറാണ്. ബഹുമാനപ്പെട്ട കോടതി അതെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. കോടതി പറഞ്ഞത് ഇനിയിപ്പോൾ ആൾക്കാർ കൂടിയാൽ പോലും പപ്പയുടെ ഹൈറ്റ് 42 മുതൽ 48 അടി വരെ വരും, താഴത്തെ ഫെൻസിങ് ഉൾപ്പെടെ. അങ്ങനെ വരുന്ന സമയത്ത് 72 അടിയുടെ ഫെൻസിങ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കിയാൽ കാണാം 105 അടിയുടെ ഫെൻസിങ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കോടതി പറഞ്ഞത് ഇവിടുത്തെ മൊത്തം ഗ്രൗണ്ട് ഒന്ന് മോണിറ്റർ ചെയ്യാൻ ക്യാമറ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ആ ക്യാമറ നമ്മൾ പൂർണ്ണമായും പോലീസ് സ്റ്റേഷനിൽ, ഇവിടുത്തെ SHOയുടെ സ്റ്റേഷനിലേക്ക് 42 ക്യാമറ, ആര് വന്നാലും ക്യാമറയിൽ പതിയുന്ന രീതിയിൽ ക്യാമറ സജ്ജമാക്കി കോടതി പറഞ്ഞതുപോലെ തന്നെ അത് SHOക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കോടതി പറഞ്ഞത് ഫയർ എഞ്ചിനാണ്. ആ ഫയർ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം 31-ാം തീയതി ഉച്ചയോടെ നമ്മളതിൻ്റെ എല്ലാ ഫോർമാലിറ്റിയും കഴിഞ്ഞു. ഫയർ എഞ്ചിൻ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അവർ 31-ാം തീയതി ഉച്ചയോടെ ഈ ഗ്രൗണ്ടിലേക്ക് കയറി വരും. മറ്റൊന്നൊരു മെഡിക്കൽ ടീമാണ് പറഞ്ഞത്. നമ്മളിവിടുത്തെ ഫാറ്റിമ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഡയറക്ടർ ആയിട്ട് സംസാരിച്ചു. അദ്ദേഹം അവരുടെ മെഡിക്കൽ ടീമിനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ആംബുലൻസ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ളത് പറഞ്ഞത് വിദേശികൾക്ക് മാത്രം പ്രത്യേക പൗലിൻ വേണമെന്ന് കോടതി പറഞ്ഞ് അതിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഇന്ന് വൈകുന്നേരത്തോടെ പൂർത്തീകരിക്കും. പിന്നീട് പറഞ്ഞത് പോലീസിന് ഒരു വാച്ച് ടവർ വേണം എന്ന് പറഞ്ഞു. ആ വാച്ച് ടവറിൻ്റെ പണിയും ഏകദേശം ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ പൂർത്തീകരിക്കും. അങ്ങനെ കോടതി പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടെ നമുക്ക് പൂർണ്ണമായി ഒരുക്കാൻ കഴിയും. എത്ര പേരുടെ ഒരു കപ്പാസിറ്റി വെളി മൈതാനത്തുണ്ട്? ഒരു 1 ലക്ഷത്തിലധികം ആൾക്കാരൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം പേരിൽ ഈസി ആയിട്ട് കംഫർട്ടബിളായിട്ട് പോകാൻ കഴിയുന്ന സ്ഥലമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പാടും ഇതിപ്പോൾ പപ്പയ്ക്ക് ഉയരം കൂടിയത് കൊണ്ടാണ് ഈ വിവാദമായത്. പപ്പ ഉയരം കുറച്ചിട്ട് കത്തിക്കുമ്പോഴേക്ക് ഇത്രയും പേര് തന്നെയുണ്ട്. അപ്പോൾ പപ്പക്ക് ഉയരം കൂടി പോയതിൻ്റെ ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ ഉണ്ടായ ഒരു വിഷയം, പോലീസ് എടുത്തൊരു നിലപാടിനെതിരെയാണ് നമ്മളവിടെ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ അകത്ത് അത്രയും പേരെ ഉൾക്കൊണ്ട്, വരുന്ന ആൾക്കാരെ ഉൾക്കൊണ്ട് വളരെ സമാധാനത്തോടെ നടത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്തിമഘട്ട ഒരുക്കത്തിലാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എന്തായാലും വെളി മൈതാനത്താണ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. പുതുവത്സരാഘോഷത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതാണ് ഇപ്പോൾ സംഘാടകർ നമ്മോട് പറഞ്ഞത്. സൈഫുദ്ദീൻ, പുതുവത്സരാഘോഷങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് കൊച്ചിയും ഫോർട്ട് കൊച്ചിയും. വിശദാംശങ്ങൾ നൽകിയത് അഹമ്മദ് മുസ്തഫ.